ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ശരിക്കും എനിക്ക് പേഴ്സണലി ഒരു ടീച്ചറിൻ്റെ ഫിസിക്കൽ പ്രസൻസ് വേണമായിരുന്നു. അങ്ങനെ വരുമ്പോൾ പ്രാക്ടിക്കലായിട്ട് നമുക്ക് കൂടുതൽ നോളജും കിട്ടും. അത് ശരിക്കും പറഞ്ഞാൽ ഈ 4 months നല്ലൊരു ട്രെയിനിങ് ആണ് എനിക്ക് കിട്ടിയത്. ഹായ്, എൻ്റെ പേര് നിതിൻ മോഹൻ. ഞാൻ കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. ഐ എം എ ബിടെക് ഗ്രാജുവേറ്റ്. MM-ലാണ് സർട്ടിഫൈഡ് ആയത്. UST എന്ന് പറഞ്ഞ കമ്പനിയിൽ പ്ലേസ്ഡ് ആയി. എൻ്റെ റോള് എൻ്റർപ്രൈസ് സൊല്യൂഷൻസ് ഡെവലപ്പർ. എൻ്റെ അമ്മയുടെ കൊലീഗ് വഴിയാണ് ഞാൻ SAP-നെ കുറിച്ച് ആദ്യം മനസ്സിലാക്കുന്നത്. അപ്പോൾ SAP-നെ കുറിച്ച് ഞാൻ കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ EME എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് അറിഞ്ഞു. എനിക്കാണെങ്കിൽ ആസ് എ പേഴ്സൺ ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ ആണ് അത്യാവശ്യമായി വേണ്ടിയിരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ EME SAP-യുടെ ലാർജസ്റ്റ് എഡ്യൂക്കേഷൻ പാർട്ണറാണെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ EME ചൂസ് ചെയ്തത്. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ശരിക്കും എനിക്ക് പേഴ്സണലി ഒരു ടീച്ചറിൻ്റെ ഫിസിക്കൽ പ്രസൻസ് വേണമായിരുന്നു. അങ്ങനെ വരുമ്പോൾ പ്രാക്ടിക്കലായിട്ട് നമുക്ക് കൂടുതൽ നോളജും കിട്ടും. അത് ശരിക്കും പറഞ്ഞാൽ ഈ 4 months നല്ലൊരു ട്രെയിനിങ് ആണ് എനിക്ക് കിട്ടിയത്. അതിൻ്റെ ഒപ്പം ടാലി ആയിട്ട് ഇംഗ്ലീഷ് പ്രാക്ടീസും ഉണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ 4 months കഴിഞ്ഞപ്പോൾ എനിക്ക് 2-3 ഇൻ്റർവ്യൂസിന് അത് പ്രയോജനം ചെയ്തു. അതിൻ്റെ ഒപ്പം തന്നെ എക്സൽ ക്ലാസ്സും കൂടെ ഉണ്ടായിരുന്നപ്പോൾ അതെല്ലാത്തിനും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ട്രെയിനിങ്. ട്യൂട്ടേഴ്സിനെയും ട്രെയിനേഴ്സിനെയും ഞാൻ നേരിട്ട് കണ്ട് എൻ്റെ റിക്വയർമെൻറ്റ്സ് പറഞ്ഞായിരുന്നു. അവരെല്ലാവരും സർട്ടിഫൈഡ് ആയിരുന്നു. അപ്പോൾ എൻ്റെ ബേസിക് എലിജിബിലിറ്റി വെച്ചിട്ട് എനിക്ക് അഡ്വൈസസ് തന്നു. ഈ 4 months ഞാൻ ഏകദേശം 2-3 മോക്ക് ഇൻ്റർവ്യൂസ് എനിക്ക് EME ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നു. അതൊരു നല്ലൊരു ബാക്ക് ബോൺ ആയിരുന്നു. ടുവേർഡ്സ് ഈ 4 months എനിക്ക് 3 ഇൻ്റർവ്യൂസ് ആണ് വന്നത് പ്ലേസ്മെന്റ് കോർഡിനേറ്റർ രാഹുൽ സർ വഴി. അത് 3ഉം എനിക്ക് ഇവിടുത്തെ മോക്ക് ഇൻ്റർവ്യൂസ് കൊണ്ട് ഒരു ബേസ് വെച്ച് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി നല്ലോണം. അങ്ങനെ 3rd ഇൻ്റർവ്യൂ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ഐ എം ഗ്രേറ്റ്ഫുൾ. പിന്നെ ഈ പ്രൊഫഷൻ ചൂസ് ചെയ്യാൻ ആഗ്രഹമുള്ളവരോട് നിങ്ങളുടെ എലിജിബിലിറ്റിയും എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടും അനുസരിച്ച് നിങ്ങൾ ഏത് മോഡ്യൂളാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക. അങ്ങനെ ഈ 4 മാസത്തിനുള്ളിൽ നിങ്ങൾ ഇംഗ്ലീഷ് ക്ലാസ്സസും മോക്ക് ഇൻ്റർവ്യൂസും ഓരോ ക്ലാസ്സസും മെയിനായിട്ട് കൺസിഡർ ചെയ്ത് അതിലെ പ്രാക്ടീസും ഒക്കെ വെച്ചിട്ട് ടുവേർഡ്സ് ദ എൻഡ് ഇൻ്റർവ്യൂസ് നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. ബേസിക്കലി നിങ്ങളുടെ എഫേർട്ടും ഹാർഡ് വർക്കും മാത്രം അനുസരിച്ചാണ് നിങ്ങൾ ഒരു സ്ഥലത്ത് കയറുന്നതും നിങ്ങൾ സക്സസ്ഫുൾ ആവുന്നതും. ഏറ്റവും അവസാനമായി എനിക്ക് പേഴ്സണലി ഈ 4 months കൊണ്ട് സർട്ടിഫൈഡ് ആണെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. അത് ആദ്യം മുതലേ നന്നായി കൊണ്ടുപോയി എനിക്ക് നല്ലൊരു ഹെൽപ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ് EME തന്നത്. അങ്ങനെ അവസാനം എനിക്കൊരു നല്ല കമ്പനിയിൽ പ്ലേസ്ഡ് ആവാനും പറ്റി. അതിന് EME-യിലെ എല്ലാവരോടും പ്ലേസ്മെന്റ് സെല്ലിനോടും ഞാൻ ഒരു ഹാർട്ട് ഫെൽറ്റ് താങ്ക് യു പറയുന്നു.